ഭാസ്കര കാർണവർ വധക്കേസിൽ പ്രതി ഷെറിന് ശിക്ഷയിൽ ഇളവ് നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുകയാണ്. ഷെറിൻ ജയിലിന് പുറത്തിറങ്ങുന്നത് വിഷമമുണ്ടെന്ന് കേസിലെ ഒന്നാം സാക്ഷിയും ഭാസ്കര കാർണവരുടെ ബന്ധുവുമായ അനിൽ ഓണംപള്ളി പറഞ്ഞു. എന്തുകൊണ്ടാണ് ഷെറിന് ഇത്രയധികം പരോൾ കിട്ടിയതെന്നും അനിൽ ചോദിച്ചു. സംസ്ഥാനത്ത് ശിക്ഷാ കാലയളവിൽ ഏറ്റവും അധികം തവണ പരോൾ ലഭിച്ച തടവുകാരിയാണ് ഷെറിൻ. ശിക്ഷാ കാലയളവിനിടെ 500 ദിവസത്തോളം പുറത്തായിരുന്നു. 2016-ൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന് കേരളത്തിലെ മറ്റ് തടവുകാർക്കൊന്നും പരോൾ അനുവദിക്കാതിരുന്നപ്പോഴും ഷെറിന് മാത്രം പരോൾ കിട്ടിയിരുന്നു. ആദ്യം 30 ദിവസത്തേക്ക് അനുവദിച്ച പരോൾ പിന്നീട് 30 ദിവസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു. കോവിഡ് സമയത്തും ഷെറിൻ പുറത്തായിരുന്നു. 3 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതി ശിക്ഷാ കാലാവധി തുടങ്ങി 1.5 വർഷം പിന്നിട്ടപ്പോൾ തന്നെ പരോൾ നേടിത്തുടങ്ങിയിരുന്നു എന്നതാണ് ശ്രദ്ധേയം. 2010 ജൂൺ 11-നായിരുന്നു കാർണവർ കൊലക്കേസിന്റെ വിധി വന്നത്. 2012 മാർച്ച് 3-ന് ഷെറിന് ആദ്യ പരോൾ അനുവദിക്കുകയും ചെയ്തു. തിരുവനന്തപുരം ജയിലിൽ വെച്ച് മാത്രം ഇവർ 8 തവണ പരോൾ നേടി. 2 എണ്ണം അടിയന്തര പരോളായിരുന്നു. 14 വർഷം തടവ് പൂർത്തിയായ സാഹചര്യത്തിലും സ്ത്രീ എന്ന പരിഗണന നൽകണമെന്ന് ഷെറിൻ സമർപ്പിച്ച അപേക്ഷയും പരിഗണിച്ചാണ് ശിക്ഷയിൽ ഇളവ് ചെയ്തത്. ജയിൽ മോചനത്തിനുള്ള അനുമതി കഴിഞ്ഞ ദിവസം നൽകിയത്. തന്റെ മകൻ പുറത്തുണ്ടെന്നും അപേക്ഷയിൽ സൂചിപ്പിച്ചിരുന്നു. ചെങ്ങന്നൂർ ചെറിയനാട് തുരുത്തിമേൽ കാർണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാർണവർ കൊല്ലപ്പെട്ട കേസിലാണ് മകൻ ബിനു പീറ്ററിന്റെ ഭാര്യ ഷെറിൻ ശിക്ഷിക്കപ്പെട്ടത്. 2009 നവംബർ 7-നാണ് ഷെറിന്റെ ഭർതൃപിതാവ് കൊല്ലപ്പെട്ടത്. ഷെറിനായിരുന്നു ഒന്നാം പ്രതി. ധനിക കുടുംബാംഗമായിരുന്ന ശാരീരിക വെല്ലുവിളികളുള്ള ബിനുവുമായി 2001-ലാണ് ഷെറിൻ വിവാഹിതയായത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള കുടുംബത്തിലെ അംഗമായിരുന്നു ഷെറിൻ. ഏറെ വൈകാതെ ഇരുവരുടെയും ബന്ധം മോശമായി. ദാമ്പത്യ പൊരുത്തക്കേടുകൾ പുറത്തായി. ഷെറിന്റെ മറ്റു ബന്ധങ്ങളും പ്രണയവും പകയും ഒത്തുചേർന്നപ്പോൾ ഭർതൃപിതാവ് വധിക്കപ്പെട്ടു. സ്വത്തിൽ നിന്ന് ഒഴിവാക്കിയതിലുള്ള പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു കേസ്.